ഹായ്. നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ ഏത് ന്യൂസ് വായിക്കണം, ഏത് ന്യൂസ് വായിക്കണ്ട നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ 1-2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ന്യൂസ് പേപ്പർ റീഡിങ്. അപ്പോൾ ഇതിന് നമുക്ക് 45 മിനിറ്റ്സിൽ എങ്ങനെ തീർക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഐ എം വിനായക്, ദിസ് ഇസ് UPSC Vault ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 26 പേജസോളം വരുന്ന ഒരു ന്യൂസ് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറണ്ട് ആയിട്ടുള്ളതല്ല, ഏതോ ഒരു ഡേറ്റ് ഞാൻ റാൻഡംലി എടുത്തിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ഒന്നെങ്കിൽ ഒറിജിനൽ പേപ്പർ വാങ്ങുക, അല്ലെങ്കിൽ പ്രോപ്പർ സോഴ്സസിലൂടെ മാത്രം ന്യൂസ് പേപ്പർ എടുക്കുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ പൈറേറ്റഡ് കോപ്പീസ് യൂസ് ചെയ്യരുത്. ഞാൻ ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയത്. ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് പേജിൽ തന്നെ കണ്ടോ, ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന 3 ന്യൂസ് മാത്രമാണ് ഫസ്റ്റ് പേജിൽ ഇമ്പോർട്ടൻറ്റ്. ബാക്കി ഒരു ആഡും കൂടി സ്കിപ്പ് ചെയ്യുമ്പോൾ ഇത്രയും പേജിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് മാത്രമാണ്. ഒന്ന് സുപ്രീം കോടതി, അതിൽ സിറ്റിസൺഷിപ്പ് പറഞ്ഞു. ഡെലിവറി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗിഗ് വർക്കേഴ്സ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ അതും ഫോക്കസ് ചെയ്യും. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ന്യൂസ് പേപ്പറിനെ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പേജിൽ കണ്ടോ, ആക്ച്വലി ഈ വിഴിഞ്ഞം വാർഡ്, LDF, BJP, ഇറ്റ്സ് പൊളിറ്റിക്കലാണ്. ഈ പേജ് തന്നെ നോക്കി തിരുവനന്തപുരത്തിന്റെ പേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു വൈഡ് നാഷൻ വൈഡ് നോക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല. പക്ഷെ അതേസമയം ചില സമയങ്ങളിൽ ഈ കുടുംബശ്രീ സ്നാക്ക് ബാർ കണ്ടോ, ചിലപ്പം ചോദിക്കാം. പക്ഷെ നമ്മൾ ടൈറ്റിൽ കണ്ടു, അതുകൊണ്ട് അതിൽ കൂടുതൽ വായിക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഞാൻ പറയാൻ കാരണം അതായത് ആയുർവേദ പ്രാക്ടീഷണർ പീനലൈസ്ഡ് ഫോർ വയലേഷൻ. എന്തോ ഒരു വയലേഷൻ നടന്നിട്ടുണ്ട്, അപ്പം എന്തോ ഇതിൽ നിയമപരമായ കാര്യം വന്നതുകൊണ്ട് നമുക്ക് അത് വായിക്കാം. അതിൽ എന്തെങ്കിലും നിയമം ഉണ്ടോ പറയുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയിട്ട് നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നു. അങ്ങനെ അടുത്ത പേജ് പോകുമ്പോഴും കുറെ ആഡുകളുടെ ഇടയിൽ ആകെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. 87 more primary health centers to be transformed into family health centers. അപ്പം എന്തോ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണെന്നുള്ളത് അറിയുമ്പോൾ ഇത് നമുക്ക് വീണ്ടും ഫ്യൂച്ചറിൽ കാര്യങ്ങൾ കൂടുതൽ നോളജ് അക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ PYQs ചെയ്യുമ്പോഴാണ് ഈ സാധനങ്ങൾ ചോദ്യം കണ്ടിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കും. സോ ഇങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. 4ാമത്തെ പേജിൽ എന്താ ക്ലാസിക്കൽ റിതം ടു ഫോക്ക് ഡാൻസ്. അപ്പോൾ ഫോക്ക്, ക്ലാസിക്, കൾച്ചർ വരുന്നതുകൊണ്ട് നമ്മൾ അത് നോക്കും. പക്ഷെ അതേ സമയം കണ്ടോ, ഈ തൃശ്ശൂർ ഈസ് ഓൾ സെറ്റ് ഫോർ വൈബ്രന്റ് ഫെസ്റ്റിവൽ, തൃശ്ശൂരിൽ പൂരം നടക്കുന്നുണ്ടെന്നുള്ള ചോദ്യം വന്നാൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് നടന്നു എന്നുള്ള ചോദിക്കാനുള്ള ചാൻസസ് കുറവാണ്. സോ ആ ന്യൂസ് നമ്മൾ സ്കിപ്പ് ചെയ്യണം. അതുകൊണ്ടോ ഇതിൽ ബാക്കി വരുന്ന ന്യൂസസ് ഒന്നും നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നു. അപ്പൊ തന്നെ 5 പേജസ് ആയി. ഇതിൽ AI കൊളാബറേഷൻ ഹ്യൂമൻ എന്നൊക്കെ കാണുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ അത് വായിക്കാം. അതും ഓപ്പർച്യൂണിറ്റീസിന്റെ പേജിലാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ കൂടുതലും അഡ്വർടൈസിങ് പോലത്തെ കാര്യങ്ങളായിരിക്കും. സോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. അടുത്ത പേജിൽ കണ്ടോ, കുടുംബശ്രീ ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സാധനം ആയതുകൊണ്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ AIന്റെ ഇതും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ അതല്ലാതെ ഈ പറഞ്ഞ പോലെ ലോക്കലായിട്ട് വരുന്ന വീണ്ടും ന്യൂസസ് ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. ഞാൻ ഈ പെട്ടെന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു സ്പീഡിൽ വേണം നമ്മൾ ന്യൂസസിനെ കണ്ടെത്താൻ. ഓരോ പേജിലൂടെയും കടന്നു പോയിട്ട് ഇന്ന് ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ല എന്നുള്ളത് നമ്മൾ കണ്ടെത്തി ടിക്ക് ഇടുക, അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് കളയുക, എന്നിട്ട് വന്നിട്ട് വേണം വായിക്കാൻ. ഈ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സ് ഒരു 10 മിനിറ്റിനുള്ളിൽ തീർക്കണം. എന്നിട്ട് നിങ്ങളൊരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് കൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്. നമ്മൾ അത് സ്കിപ്പ് ചെയ്തു. അതിനുശേഷവും എന്തോ ഒരു അഡ്വർടൈസ്മെന്റ് പോലത്തെ ഒരു സാധനമാണ്, അത് നമ്മൾ സ്കിപ്പ് ചെയ്തു. 8ാമത്തെ പേജിലും ആകെപ്പാട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന എയർ ക്വാളിറ്റി സ്റ്റഡി ഇൻ ക്യാപിറ്റൽ കൊച്ചി ടു ടേക്ക് ഓഫ്, കൊച്ചിയിൽ നടക്കണത്. ഇനി അതിന്റെ ഡീറ്റെയിൽസ് ഈ ഹെഡിങ് വായിച്ചിട്ട് നമ്മൾ ഹെഡിങ് എന്ന് ഐഡിയ കിട്ടുവാണെങ്കിൽ അത് തന്നെ സന്തോഷമായിട്ട് മൂവ് ഓൺ ആവാം. ആ മൊത്തം ആർട്ടിക്കിൾ വായിക്കണം എന്നുള്ളത് അത്ര നിർബന്ധമില്ല. കാരണം വായിക്കേണ്ട സാധനങ്ങൾ ഇനിയും വരാനുണ്ട് അത്രേ. പക്ഷെ വേറെ ബാക്കി നോക്കുകയാണെങ്കിൽ BJP വിൻ സ്റ്റാൻഡിംഗ് പാനൽ, ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ വീണ്ടും കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ മഹൽ വൈഡൻസ് ഡിവിഷൻ വിത്ത് സമസ്ത, അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ആ ചെറിയൊരു കുറിപ്പ് കണ്ടോ അവിടുത്തെ, അത് വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അടുത്ത പേജിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടു ഇതിലും ഒന്നും നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇല്ല. ഇതിൽ ആകെപ്പാട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് 2 വട്ടം വിജിലൻസ് എന്ന് പറഞ്ഞു. അപ്പൊ വിജിലൻസിന് എന്താണ് കാര്യം, അവരെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ റിസർച്ച് ചെയ്യാം. അതാണ് നമ്മൾ ന്യൂസ് പേപ്പറിൽ അടുത്തതായിട്ട് നോക്കേണ്ടത്. നമ്മൾ ന്യൂസ് പേപ്പറിൽ ഒരു വാക്ക് കണ്ടാൽ, ഒരു ഓർഗനൈസേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് റിക്കറിങ് ആയിട്ട് വരുവാണ്. അതായത് 1, 2, 3 ദിവസങ്ങളിൽ നമ്മൾ ഒരേ ഓർഗനൈസേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പേപ്പറിൽ. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം, അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യണം. അപ്പം അതാണ് നമ്മൾ ഈ പേപ്പറിൽ നിന്ന് ഫിഗർ ഔട്ട് ചെയ്യേണ്ട ഒരു സാധനം. അടുത്ത പേജിൽ വരുമ്പോൾ തമിഴ്നാട് ക്ലോസ് ഇറാഡിക്കേറ്റ് മലേറിയ കേസ്, ഓക്കെ, മലേറിയ റിലേറ്റഡ് ആണ്, അത് വായിക്കണം. അതിനുശേഷം നമ്മൾ കമ്മ്യൂണലിസം ടേക്കിംഗ് ഡീപ്പ് റൂട്ട്സ്. അപ്പം എന്തോ ഒരു കമ്മ്യൂണലിസം വന്നുകൊണ്ട് നമ്മൾ അത് ഫോക്കസ് ചെയ്യണം.
കാര്യങ്ങൾ വായിക്കണം. ചിലപ്പം പൊളിറ്റിക്കലായി പോകുമായിരിക്കും, പക്ഷെ എന്നാൽ പോലും കമ്മ്യൂണിസം വന്നുകൊണ്ട് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ വായിച്ചു നോക്കണം. അതിനുശേഷം എന്തോ സെഞ്ചുറി ഓൾഡ് ട്രഷർ ഫൗണ്ട്, അപ്പം ട്രഷറും ഈ പറഞ്ഞ പോലെ ഹാരപ്പൻ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്, അതെന്തായാലും നോക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത പേജിലേക്ക് പോവുക. അടുത്തത് എഡിറ്റോറിയൽ ആണ്. എഡിറ്റോറിയൽ മിക്ക സമയങ്ങളിൽ മൊത്തം വായിച്ചു നോക്കേണ്ടി വരും. നിങ്ങളുടെ മേജർ ടൈമും ഇവിടെയാണ് പോകാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ചില ദിവസങ്ങൾ എഡിറ്റോറിയലിലെ കണ്ടന്റ് ഓൾമോസ്റ്റ് സെയിം ആയി വരുന്ന പോലെ തോന്നുവാണെങ്കിൽ, അതായത് ഇറാൻ റിപ്പീറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ യുക്രൈൻ റിപ്പീറ്റ് ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിലെ ടൈറ്റിൽ നോക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒരു കുറിപ്പ് അതിൻ്റെ ഇടയിൽ കാണാൻ വേണ്ടി പറ്റും. ആ കുറിപ്പ് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്ത് വായിക്കേണ്ടതാണോ വേണ്ടാത്തതാണോ. അങ്ങനെ നോക്കുമ്പോൾ എന്തേ ഇവിടെ നമ്മൾ ലാംഗ്വേജ് ഓഫ് ഹാർമണി എന്നുള്ളൊരു സാധനം കണ്ടു. അപ്പം അത് ലാംഗ്വേജ് ആയിട്ട് എന്തോ ആണ്. ആദ്യത്തെ 1-2 പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ AI, നമ്മൾ പേപ്പർ തുടങ്ങിയപ്പോൾ തൊട്ടേ AI വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതും ഈ പറഞ്ഞ പോലെ ഇടയെന്നുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ മൂവ് ഓൺ ആവാം. മനസ്സിലായിട്ടില്ലെങ്കിൽ എഡിറ്റോറിയൽ മാത്രം ഒന്ന് ഇരുത്തി വായിച്ചു നോക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോവാണ്. അടുത്തത് 13ാമത്തെ പേജാണ്. ഇത് ഒപ്പീനിയൻ എന്ന് പറയുന്ന പേജ് ആയതുകൊണ്ട് തന്നെ ഒപ്പീനിയൻ ആണല്ലോ, സോ അതും വളരെ സെലക്റ്റീവ് ആയിട്ട് വായിച്ചാൽ മതി. കാരണം ഇതിൽ ചിലപ്പം പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലൂ എന്ന് കണ്ടു, പിന്നെ അംബേദ്കർ എന്ന് കണ്ടു, അതൊക്കെ കൊണ്ടാണ് ഈ ആർട്ടിക്കിൾ എടുത്തത്. ഇതേ സമയം പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ കുറിച്ചോ ഒരാളുടെ അഭിപ്രായമാണെങ്കിൽ അത് വായിക്കണം എന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇതിന്റെ നെക്സ്റ്റ് താഴെ വരുന്ന ആർട്ടിക്കിളിൽ കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ടാണ്. എലക്ഷൻ ആണെങ്കിലും ഹിസ്റ്ററി ആയതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. അല്ലാത്ത പക്ഷം എലക്ഷൻ റിലേറ്റഡ് ആണെങ്കിൽ പോലും നമുക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം വീണ്ടും റിക്കറിംഗ് ആയിട്ട് വരും. ഓരോ സ്ഥലത്ത് എലക്ഷൻസ് നടക്കും. ചില സമയം ഈ എലക്ഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അടിയോ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഇത് നടക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഫോക്കസ് കൊടുത്താൽ മതി. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോവാണ്. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ വീണ്ടും വിജിലൻസ് എസെൻഷ്യൽ, LAC, ആർമി, ചൈന കണ്ടു, ഇമ്പോർട്ടൻ്റ് ആണ്. കുക്കീസോ ഗ്രൂപ്പ് ഈ പറഞ്ഞ പോലെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രംപ് ഭയങ്കരം ഇതായിട്ട് ഇപ്പോൾ ന്യൂസിൽ വരുന്ന സമയമാണ്. എന്നാൽ പോലും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം അതും നിങ്ങൾ നോക്കിയിട്ട് വായിക്കുക. അതൊക്കെ മനസ്സിലാക്കുക. ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ടൈറ്റിൽ വായിച്ചു നോക്കണം. ഈ സെയിം സാധനം കുറേ എടുത്ത് വരുന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു ആർട്ടിക്കിൾ മാത്രം വായിക്കുക ആ പേപ്പറിൽ. ഇനി പിന്നെ അടുത്തൊരു സാധനം ഡിസേബിൾഡ് പേഴ്സൺസ് ആസ് അഡ്വാൻറ്റേജസ് SC. അപ്പോൾ എന്തോ ഒരു ഡിസേബിലിറ്റിയുടെ ഇതിനെക്കുറിച്ച് SC പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അത് വായിക്കാം. SC പറയുന്ന സുപ്രീം കോടതി പറയുന്ന എല്ലാ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ തട്ടിമുട്ടി പോകുന്നതായിരിക്കും. സോ അതെന്തായാലും നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യണം. ഇനി നമ്മളിത് പിന്നെ ട്രൈബൽ കൗൺസിൽ കണ്ടു. ട്രൈബൽ കൗൺസിൽ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, എന്താണ് വ്യത്യാസം, എങ്ങനെയാണ് ആ 4-5 സ്റ്റേറ്റുകൾ ഇതാക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കണം. ഷെഡ്യൂളിൽ നിന്ന് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ആ സാധനങ്ങളൊക്കെ. ഓക്കെ, പിന്നെ അങ്ങനെ നമ്മൾ അടുത്ത പേജിൽ പോവാണ്. അടുത്ത പേജിൽ കണ്ടോ മൊത്തം ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പേജാണ്. സോ നമ്മൾ അത് സ്കിപ്പ് ചെയ്യാണ്. വീണ്ടും SC വന്നു, അപ്പം നമ്മൾ അത് നോക്കി. പിന്നെ ആർമി വരുമ്പം ആർമിയിലും പല കാര്യങ്ങളും നടക്കും. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിപ്പം ഡ്രോണ്, സയൻസ് ആൻഡ് ടെക്കിൻ്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈക്വാലിറ്റി വരുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ പാനൽ എന്ന് കണ്ടോ. അപ്പോൾ ഇത് മൊത്തം വായിക്കണോ വേണ്ട, എന്തോ ഒരു പാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോവാണെന്നേ പറഞ്ഞുള്ളൂ. സോ 2 ദിവസം കഴിഞ്ഞിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ആ സാധനം പേപ്പറിൽ വരുമ്പോൾ നമ്മൾ അപ്പോഴും അത് വായിക്കും ഇല്ലേ. സോ ഇപ്പം ഈ സാധനം വായിക്കേണ്ട, ടൈറ്റിൽ വായിച്ചാൽ മതി. അങ്ങനെ നമ്മൾ വീണ്ടും നെക്സ്റ്റ് പേജിലേക്ക് പോവാണ്. ഇവിടെ ഞാൻ വട്ടോട്ട സാധനം കണ്ടോ. ഇത് IPOs തുടങ്ങി എന്ന് പറയുന്നത്. ഈ IPOs എന്ന് പറയുന്നത് ഈ ചില കമ്പനികൾ പബ്ലിക് ആകുമ്പം ഷെയർ പുറത്തേക്ക് തരുന്ന സാധനം. അപ്പം അത് വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതേസമയം റൈസ് എക്സ്പോർട്ട് ഇതൊരു ബിസിനസ് പേജാണ്. സോ എക്കണോമിക് ആയിട്ട് പല കാര്യങ്ങളും കാണും, എല്ലാം വായിക്കരുത്. അതിൽ ഈ പറഞ്ഞ നാഷണലിനെ ബാധിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ SBIയോ അല്ലെങ്കിൽ RBIയോ SEBIയോ ഒക്കെ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അതിൽ നിന്ന് വായിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോവാണ്. അതുകൊണ്ട് അതിനു മുന്നേ ഈ PFRDA എന്ന് കണ്ടു. PFRDA എന്താണെന്ന് നമ്മൾ സ്വന്തം ഗൂഗിളിൽ നോക്കണം. കാരണം ഇവിടെ എന്താണെന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സാധ്യത കുറവാണല്ലോ. അങ്ങനെ ഇനി അടുത്ത പേജിലേക്ക് വീണ്ടും പോകുമ്പോൾ ഞാൻ ട്രംപിന്റെ സാധനം കണ്ടു. പക്ഷെ ഇത് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാണുകയാണ്. ഇനി ഇതിനൊരു കൺക്ലൂഷൻ ആയിട്ട് മാത്രം ട്രംപ് എങ്ങനെയാണെന്നുള്ളത് വായിച്ചു നോക്കിയാൽ മതി. അൺലെസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു PSIR എടുത്തോ ഒരു ഓപ്ഷനിൽ എടുത്തോ ഒരു സ്റ്റുഡൻ്റ് ആണ്, അത് കംപ്ലീറ്റ് ഡിഫറെൻറ്റ് സബ്ജക്ട്. നമ്മൾ ഇപ്പം അവിടെ പോകണ്ട. ഓക്കെ, പിന്നെ ഇത് കണ്ടോ US ട്രേഡ്, തായ്വാൻ, എന്തോ ചൈന തായ്വാൻ ഈ പറഞ്ഞ പോലെ US ഒക്കെ ഇൻക്ലൂഡ് ആകുമ്പോൾ ട്രേഡ് കാണുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ സിറിയൻ ആർമി ഇത് കണ്ടോ. ഇത് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഇഷ്യൂ ആണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും, ആ ടൈറ്റിൽ കാണുമ്പോൾ മനസ്സിലാകും. അപ്പം നമ്മൾ അതും ചൂസ് ചെയ്യാം. അടുത്ത 2 പേജസും സ്പോർട്സിനുള്ളതാണ്. സോ സ്പോർട്സിന്റെ പേജസിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കാരണം അതും എന്തൊക്കെയോ നടന്നായിരിക്കും. നിങ്ങൾ അൾട്ടിമേറ്റ്ലി സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും മാഗസീൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് സീരീസ് ഒന്നും നിങ്ങൾ പഠിക്കും. സോ ഡെയിലി ന്യൂസ് പേപ്പറിലൂടെ സ്പോർട്സിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല.
അപ്പോഴത്തേക്ക് തന്നെ നമ്മളൊരു 2-4 പേജസ് സ്കിപ്പ് ചെയ്യാണ്. കാരണം ഇതൊക്കെ അഡ്വർടൈസ്മെന്റ് ആണ്. ഇനി വരുന്ന ഒരു 4 പേജസിൽ ഈ ജിസ്റ്റ് മാത്രം വായിച്ചാൽ മതി. കാരണം മൊത്തം ആർട്ടിക്കിളും എന്താ ഉദ്ദേശിച്ചതെന്ന് ഇതിൽ നിന്ന് വായിച്ചറിയാൻ വേണ്ടി പറ്റും. ഇത് വായിക്കുന്നതിന് നമുക്ക് ഈ സാധനം നടന്നു, ഇങ്ങനത്തെ ഒരു സംഭവം ആർട്ടിക്കിൾ വന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇനി റീഡിങ് കോമ്പ്രിഹെൻഷൻ ബെറ്റർ ആക്കണമെങ്കിൽ മാത്രം, ടൈം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മൊത്തം വായിച്ചാൽ മതി. അല്ലാത്ത പക്ഷം ഈ സാധനങ്ങൾ നടന്നു എന്നറിയാൻ വേണ്ടി ജിസ്റ്റ് വായിച്ചാൽ മതി. അതിനാണ് എല്ലാ പേജസിലും ഉള്ളത്. ബാക്കി വരാണ്ട് പോകുന്ന 4 പേജുകളിലും ഈ ജിസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് അതിൽ പറയുന്നതെന്ന് കാണാൻ വേണ്ടി പറ്റും. കാരണം ബാക്കി ആർട്ടിക്കിളിൽ ഓതറിന്റെ ഈ ഒപ്പീനിയൻ ആയിരിക്കും കൂടുതലും കാണാൻ സാധ്യതയുള്ളത്. പിന്നെ ഈ ടൈറ്റിലിന്റെ കൂടെ വരുന്ന ഡിസ്ക്രിപ്ഷൻ കൂടി വായിക്കുമ്പോഴേക്ക് അത്യാവശ്യം ആ കണ്ടന്റ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഇത് ലാസ്റ്റ് 2 പേജസിലെത്തി. ഈസ് ദ ഗവൺമെന്റ് സീക്കിംഗ് ഫോൺ സോഴ്സ് കോഡ്. അതും നമുക്കറിയാം, എന്തോ കാര്യമായിട്ട് ന്യൂസിൽ 3 വട്ടം വന്നു. അപ്പം ജസ്റ്റ് വായിച്ചു, സോഴ്സ് കോഡ് എന്താണെന്ന് അറിഞ്ഞു, അത് എങ്ങനെയാണ് എഫക്ട് ചെയ്തതെന്ന് അറിഞ്ഞു, നമ്മൾ മൂവ് ഓൺ ആയി. അതിനുശേഷം അർബനൈസേഷനും ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, നമുക്കറിയാം, ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്. അപ്പം അതിൻ്റെ ഇത് വായിച്ചു, ജിസ്റ്റ് വായിച്ചു. പിന്നെ ഒരാളെ കുറിച്ച് പറയാണ്. അയാൾ ആരാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്, ഒരു ലിറ്ററേച്ചർ റൈറ്റർ ആണ്. സോ അത് പറഞ്ഞു. അങ്ങനെ ഈ പേപ്പർ അങ്ങ് തീർന്നിരിക്കുകയാണ്. പിന്നെ വേർഡ് ഓഫ് ദി ഡേ വേണമെങ്കിൽ വായിക്കാം. ഈ മേലത്തെ ഇംഗ്ലീഷിന്റെ സാധനങ്ങളൊന്നും വായിക്കണം നിർബന്ധമില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മളത് ഓൾമോസ്റ്റ് 26 പേജസിലൂടെ, ഹിന്ദുവിൻ്റെ 26 പേജസിലൂടെ കടന്നുപോയി. അതും എനിക്കിപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 12 മിനിറ്റ്സ് ആണ്. ഞാൻ ഇത്രത്തോളം വർത്തമാനം പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ നോക്കിയാലും ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തീർക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇത് ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ചിലപ്പോൾ 20 മിനിറ്റ്സ് ഒക്കെ എടുത്ത് കാണും. പക്ഷെ വായിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഈ ന്യൂസസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടാലന്റിനെയാണ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. കാരണം ഇത് നിങ്ങളൊരു 1 or 2 വീക്സ് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ന്യൂസസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വരുന്ന സമയത്ത് വായിക്കുമ്പോൾ ന്യൂസ് പേപ്പർ മറിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ഇത് വായിക്കാം, ഇത് വായിക്കണ്ട. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് 1 മണിക്കൂറിനുള്ളിൽ ന്യൂസ് പേപ്പർ തീർക്കാം. ഈ 1 മണിക്കൂറിനുള്ളിൽ ന്യൂസ് പേപ്പർ തീർക്കുന്നതിന് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചെയ്യാൻ, ഓപ്ഷനിൽ പഠിക്കാൻ ഒരു 2 or 3 hours വേണം, നമ്മൾ ക്ലാസ്സസ് കാണാൻ ഒരു 4 hours വേണം, റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു 2 hours വേണം. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 8 or 9 hours പഠിക്കാൻ പോയി. പിന്നെ ന്യൂസ് പേപ്പറിനും കൂടി ഒരു 2-3 hour കൊടുത്താൽ നമുക്ക് നടക്കത്തില്ലല്ലോ. സോ അതുകൊണ്ടാണ് 1 മണിക്കൂറിൽ തീർക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയി, എന്നാൽ പോലും ഇത് പ്രോപ്പറായിട്ട് ഇത്രയും ടൈം ന്യൂസ് പേപ്പർ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇനി നിങ്ങളുടെ ന്യൂസ് പേപ്പർ എങ്ങനെയാണ് വായിക്കാൻ പോകുന്നത്, ഇങ്ങനെ നിങ്ങൾക്ക് എഫിഷ്യൻ്റ്ലി വായിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയുക. നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ പറയുക. എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. I am Vinayak, this is UPSC World. I am going to sign off. Don't forget to comment, like and share and all that things. Subscribe. Then blah 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 blah. അടുത്ത വീഡിയോയിൽ കാണാം, വ്ളോഗിൽ കാണാം. ബൈ ബൈ. Take care and stay hydrated. Do not forget that.